അതിശക്തമായ വൃശ്ചിക വേലിയേറ്റത്തെ തടഞ്ഞു നിർത്താനാവാതെ കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ. ഉറപ്പുള്ള പുറംബണ്ടുകളില്ലാത്ത പാടശേഖരങ്ങളെല്ലാം മടവീഴ്ച ഭീഷണിയിലാണ്. പുളുങ്ങുന്ന കൃഷിഭവൻ പരിധിയിലെ 80 പാടശേഖരത്തിലും വെളിയനാട് കൃഷിഭവന് കീഴിലെ കരിമീൻ തടം പാടശേഖരത്തിലും മട വീണു. അതിശക്തമായ വൃശ്ചിക വേലിയേറ്റത്തെ തുടർന്ന് കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. സുരക്ഷിതമായ പുറംബണ്ടുകളില്ലാത്ത പാടശേഖരങ്ങളെല്ലാം മടവീഴ്ച ഭീഷണിയും നേരിടുന്നു. പുളുങ്ങുന്ന കൃഷിഭവൻ പരിധിയിലെ 80 പാടശേഖരത്തിലും വെളിയനാട് കൃഷിഭവൻ പരിധിയിലെ കരിമീൻ തടം പാടശേഖരത്തിലും മടവീഴ്ചയുണ്ടായി. 65 ഏക്കറോളമുള്ള 80 പാടശേഖരത്തിൽ കർഷകർ മട തടയാനുള്ള ശ്രമത്തിലാണ്. വെളിയനാട് കൃഷിഭവന് കീഴിൽ വെളിയനാട് പഞ്ചായത്ത് 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കരിമീൻ തടം പാടശേഖരത്തിൽ വിതച്ചിട്ട് 3 ദിവസം കഴിഞ്ഞതേയുള്ളൂ. മടവീഴ്ചയെ തുടർന്ന് പാടശേഖരത്തിലെ വിതയെല്ലാം മുങ്ങിയ അവസ്ഥയിലാണ്. പാടത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള റോഡിലെ തൂമ്പടച്ചതുകൊണ്ട് സമയബന്ധിതമായി കർഷകർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. 8 കർഷകരുള്ള പാടശേഖരത്തിൽ 6000 രൂപ വീതം ഒരേക്കറിന് ചെലവായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. വിതച്ചിട്ട് 3 ദിവസം മാത്രം പ്രായമായ വിതയാണ് മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥയിലാണ്. മട കുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. വെട്ടിമട ഒന്നാകെ തകർന്ന് വെള്ളം കയറി മട വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 8 കൃഷിക്കാർ മാത്രമാണ് ഈ പാടശേഖരത്തിലുള്ളത്. എല്ലാവരും തന്നെ പാട്ടകൃഷിക്കാരുമാണ്. ഞങ്ങൾക്ക് ബലമായൊരു ബണ്ട് നിർമ്മിച്ചു തരുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. അതിന് 10 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയും 2.5-3 മീറ്റർ താഴ്ചയിലുമാണ് മട വീഴുന്നത്. നല്ല ഒരു എഫർട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് സേഫായി മടകുത്തി വെള്ളം വറ്റിച്ച് കൃഷിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ വേലിയേറ്റം ഉണ്ടാകുമെന്നതിനാൽ കൊയ്യാറായതും വിതച്ചതുമായ പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടാകുമെന്ന ഭീതിയിലാണ് കർഷകർ. കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കുട്ടനാട് MLA തോമസ് കെ തോമസും അടക്കമുള്ള ജനപ്രതിനിധികൾ ഷട്ടറുകൾ ക്രമീകരിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും കർഷകരുടെ ആശങ്കകൾ ഒഴിയുന്നില്ല. വൃശ്ചിക മാസത്തിലെ അതിശക്തമായ വേലിയേറ്റത്തെ ചെറുത്തുനിൽക്കാൻ ശേഷിയുള്ള ബണ്ടുകളൊന്നും തന്നെ കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾക്കില്ല. തണ്ണീർമുഖത്തെ 90 ഷട്ടറുകളും വേലിയേറ്റ സമയത്ത് അടയ്ക്കുകയും വേലിയിറക്ക സമയത്ത് തുറക്കുകയും ചെയ്ത് ഇവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നെൽകർഷക സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകളും കർഷകരും ആവശ്യപ്പെടുന്നത്. വേലിയേറ്റത്തെ തുടർന്ന് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തണ്ണീർമുക്കം ബണ്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ പ്രവർത്തനക്ഷമമാക്കുവാൻ നിർദ്ദേശം നൽകിയതായി കുട്ടനാട് MLA തോമസ് കെ തോമസ്. 10 ഷട്ടറുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കുവാനാണ് നിർദ്ദേശം നൽകിയത്. 28 ഷട്ടറുകളായിരുന്നു വേലിയേറ്റ സമയങ്ങളിൽ അടയ്ക്കുകയും ഇറക്ക സമയങ്ങളിൽ തുറക്കുകയും ചെയ്തു വന്നിരുന്നത്. 10 ഷട്ടറുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കുവാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഓരുമുട്ടുകളൊന്നും തന്നെ അടച്ചിട്ടില്ല എന്നതും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ വേലിയേറ്റം ശക്തിപ്പെടുമെന്നതിനാൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും MLA പറഞ്ഞു. ഈ 2 ദിവസം അവരുടെ പഠനമനുസരിച്ച് കടൽ വെള്ളം എടുക്കുന്നില്ല. അതുകൊണ്ട് 3 ദിവസത്തേക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരിക്കുമെന്നാണ് കേരളത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത്. കാരണം കടൽ വെള്ളം എടുക്കുന്നില്ല. വേലിയേറ്റം വരുമ്പോഴത്തേക്ക് എല്ലാ പാടശേഖരങ്ങളിലേക്കും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ പരിതാപകരമായ കാര്യമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ 90 ഷട്ടറുകളിൽ എല്ലാ ഷട്ടറും തുറന്നു തന്നെയായിരിക്കുന്നത്. വേലിയേറ്റം വരുമ്പം 28, 10, 38 ഷട്ടർ അടയ്ക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കളക്ടർ ഉണ്ടായിരുന്നു. ഈ വിഷയമായിട്ട് അടിയന്തര മീറ്റിംഗ് കൂടി അദ്ദേഹം അതിനുവേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്താലും മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി വെള്ളം തള്ളിക്കയറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് കിഴക്കുനിന്ന് വരുന്ന വെള്ളം പോകാൻ തോട്ടപ്പള്ളി സ്പിൽവേ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. എന്നിരുന്നാൽ ഈ 2-3 ദിവസത്തേക്ക് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാം, എല്ലാവരും വളരെ ശ്രദ്ധാലുവായിട്ടിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കുട്ടനാട് MLAക്ക് പറയാനായിട്ടുള്ളത്. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും കടൽ വെള്ളം എടുക്കുന്നില്ല എങ്കിൽ വേലിയേറ്റത്തിൽ വളരെ നല്ല രീതിയിലുള്ള വെള്ളപ്പൊക്കം ഈ പ്രദേശത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. വേലിയേറ്റത്തിൽ ഓരുമുട്ടുകൾ വഴി കടൽ വെള്ളം എത്തുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതായും തോമസ് കെ തോമസ് MLA പറഞ്ഞു. വൃശ്ചിക വേലിയേറ്റം മൂലം കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണാൻ ബന്ധപ്പെട്ട വകുപ്പുകളും ജില്ലാ ഭരണകൂടവും തയ്യാറാകണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ. 2ാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കാൻ ഊർജിത നടപടികൾ സ്വീകരിക്കണമെന്നും നാസർ ആവശ്യമുന്നയിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേയുടെയും തണ്ണീർമുക്കം ബണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ ആവശ്യാനുസരണം ക്രമീകരിക്കാൻ
ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നും ആർ നാസർ പറഞ്ഞു. പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്താത്തത് ചെറിയ ഒരു വെള്ളപ്പൊക്കം കൊണ്ടുപോലും മടവീഴ്ചയിൽ കൃഷി നശിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KCV ന്യൂസ് പ്രതിനിധി രാജേഷ് സോമന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടേണ്ടതാണ്. ഗവൺമെൻറ് ഇടപെട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടിട്ട് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പ്രവർത്തനവും അതുപോലെ തണ്ണീർക്കം ബണ്ടിൻ്റെ പ്രവർത്തനവും ഈ വെള്ളം കയറി ഇറങ്ങി വരുന്നതിൻ്റെ അനുസൃതമായിട്ട് ക്രമീകരിച്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ കുറച്ചത് പരിഹരിക്കാം. അതോടൊപ്പം തന്നെ പുറം ബണ്ട് ബലപ്പെടണം. കുട്ടനാട് പാക്കേജിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൊരു പദ്ധതി പുറം ബണ്ടുകൾ എല്ലാം ബലപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ പുറം ബണ്ടുകൾ പലതും ഇപ്പം വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും ബണ്ട് തട്ടിപ്പോകും കൃഷി നശിച്ചു പോകും. അപ്പോൾ കൃഷി വലിയ രൂപത്തിൽ നഷ്ടത്തിലേക്ക് എത്തിച്ചേരുന്ന സ്ഥിതിയിലേക്ക് എത്തും. ഇങ്ങനെയാണെങ്കിൽ കർഷകരിന് കൃഷി ചെയ്യാനേ വരാത്ത സ്ഥിതിയിലേക്ക് എത്തും. അതുകൊണ്ട് അടിയന്തരമായിട്ട് രണ്ടാം പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാർഷിക മേഖല നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് നടപ്പിലാക്കണം. പുറം ബണ്ട് ബലപ്പെടുത്തണം. ഈ വെള്ളം കയറി വരുന്നതും ഇറക്കി വിടുന്നതുമായിട്ടുള്ള ക്രമീകരണം കുറേ നാളത്തേക്ക് ഇങ്ങനെ അടച്ചിടുക, കുറേ നാളത്തേക്ക് അങ്ങനെയല്ല. വെള്ളം കയറി വരുന്നതനുസരിച്ച് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പ്രവർത്തനവും അതുപോലെ തണ്ണീർക്കം ബണ്ടിൻ്റെ പ്രവർത്തനത്തെയും ക്രമീകരിക്കണം. കയറി വരുന്ന വെള്ളം ഇറക്കി വിടുക, മറ്റേ വെള്ളം ഇവിടെ കയറാതിരിക്കാൻ കഴിയുന്നതിലേക്ക് സമയബന്ധമായി കളയുക. ഇങ്ങനെ ഒരു നല്ല ഒരു പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകും. രണ്ടാം കുട്ടനാട് പാക്കേജിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കുട്ടനാട്ടിലെ നെൽകൃഷിയെ അത് ഗുരുതരമായി ബാധിക്കുമെന്നും ആർ നാസർ മുന്നറിയിപ്പ് നൽകി. സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നത് നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്ന് കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒട്ടേറെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും ജയരാജ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സഹകരണ നിയമ ഭേദഗതി മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും ഡോക്ടർ N. ജയരാജ് വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി മാടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ചങ്ങനാശ്ശേരി താലൂക്ക് തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാല സാഹചര്യത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ പൊതുവേദികളിലും മാധ്യമവേദികളിലും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. സഹകരണ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ അതിന് ചില വിഷയങ്ങൾ ആളുകൾക്കേറെ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ സഹകരണ മേഖല നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പക്ഷേ നമ്മുടെ സമീപകാലത്ത് നടത്തിയിട്ടുള്ള നിയമസഭയിലെ നിയമ ഭേദഗതികളിൽ വളരെ സമഗ്രമായ നിയമ ഭേദഗതി ഒട്ടേറെ ക്ലോസുകൾ ആഡ് ചെയ്യുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ട് സഹകരണ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ അപാകതകളെ നീക്കിക്കൊണ്ട് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനും പുഷ്ടിപ്പെടുത്താനുമുള്ള നടപടികളുമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് മുമ്പോട്ട് പോയി. സമ്മേളനത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബെജു കെ ചെറിയാൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് തലത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ പ്രബന്ധ മത്സര വിജയികൾക്ക് കോട്ടയം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ KV സുധീർ, ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയമ പോൾ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ ബാങ്ക് പ്രസിഡന്റുമാരായ N. രാജു, KD സുഗതൻ, അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ്, ബാബു കുരീത്ര തുടങ്ങിയവർ സംസാരിച്ചു. കിടങ്ങറ കണ്ണാടി റോഡിലെ KC പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർ പ്രതിഷേധത്തിൽ. വസ്തുവിന്റെ വില നിർണ്ണയത്തിൽ വന്ന പിഴവുകൾ മൂലം ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് ആരോപണം. നിർമ്മാണ വേളയിൽ മാറി താമസിക്കേണ്ടി വരുന്ന കുടുംബങ്ങളെ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 2018 പ്രളയകാലത്തും തുടർന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന പാലമാണ് കിടങ്ങറയിലെ KC പാലം. കിടങ്ങറ കണ്ണാടി റോഡിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയ ജലപാതയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ ഉയരക്കുറവ് മൂലം പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. മഴക്കാലത്ത് കിഴക്കൻ വെള്ളത്തിന്റെ വരവിനൊപ്പം ഒഴുകിയെത്തുന്ന മരക്കൂട്ടങ്ങളും മാലിന്യങ്ങളും പാലത്തിനടിയിൽ അടിഞ്ഞുകൂടുന്നതോടെ ജലഗതാഗതം താറുമാറാകുന്നതും പതിവായിരുന്നു. പ്രദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നിരന്തരമായ പ്രതിഷേധ സമരങ്ങൾക്കൊടുവിലാണ് പാലം ഉയർത്തി പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 20 അടി വീതിയും 50 മീറ്റർ മാത്രം നീളവുമുള്ളതാണ് KC പാലം. യാത്രാ ബോട്ടുകൾക്കും കൊയ്ത്തുകാലത്ത് നെല്ല് കയറ്റി വരുന്ന വള്ളങ്ങൾക്കും കഷ്ടിച്ചു കടന്നു പോകാനുള്ള വീതി മാത്രമേ പാലത്തിന് താഴെയുള്ളൂ. ഈ സാഹചര്യത്തിൽ പാലം പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനെ പ്രദേശവാസികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 27 കുടുംബങ്ങളുടെ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്.
7 വീടുകളിൽ 1 വീട് പൂർണ്ണമായും നഷ്ടപ്പെടും. കൂടാതെ കിടങ്ങറ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭാഗവും ഏറ്റെടുത്തിട്ടുണ്ട്. 25 കുടുംബങ്ങളുടെ സ്ഥലങ്ങൾ 100 വർഷത്തിനു മുകളിൽ പഴക്കമുള്ളതാണെങ്കിലും ഇവയെല്ലാം വെളിയനാട് വില്ലേജിലെ രേഖകളിൽ നിലമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമൂലം വിലനിർണ്ണയം നടത്തിയപ്പോൾ അർഹമായ നഷ്ടപരിഹാരം ഇവർക്ക് ലഭിച്ചില്ലെന്നാണ് ആരോപണം. ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് ഈ പാലത്തിൻ്റെ പണി മുന്നോട്ട് പോകത്തുള്ളൂ, നിങ്ങൾക്ക് അർഹതപ്പെട്ട അത് നഷ്ടപരിഹാരം തരും എന്നും പറഞ്ഞ ഉറപ്പോടുകൂടിയാണ് ഞങ്ങളോട് ഇവർ വാക്ക് പറഞ്ഞ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പൈസ വളരെ തീരെ കുറവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 100 വർഷങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഞങ്ങളുടേത്. ആ സ്ഥലം പോലും ഇപ്പോൾ അവർ പറയുന്ന നിലവായിട്ടാണ് കിടക്കുന്ന, നിലത്തിൻ്റെ വെച്ചേ തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ തുച്ഛമായ തുകയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പോയ ഒരു നഷ്ടങ്ങളും ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പം. 5.5 സെന്റ് സ്ഥലവും സിറ്റൗട്ട് ഉൾപ്പെടെ വീടിന്റെ കെട്ടുറപ്പുള്ള ഭാഗവും ഉപജീവനമാർഗമായ വ്യാപാര സ്ഥാപനവും നഷ്ടപ്പെടുന്നവരുണ്ട്. സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ള നഷ്ടപരിഹാര തുക വച്ച് വീട് പുതുക്കിപ്പണിയുന്നതിനോ ജീവനോപാധികൾ വീണ്ടെടുക്കുന്നതിനോ സാധിക്കില്ലെന്ന് ഇവർ പറയുന്നു. നിലം പുരയിടമാക്കി മാറ്റാമെന്ന ഉറപ്പ് അധികാരികൾ പാലിച്ചില്ലെന്നും തങ്ങൾ പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ടുവെന്നുമാണ് ഇവരുടെ ആരോപണം. എനിക്ക് ഒരു കടയുണ്ട്. അപ്പോൾ എൻ്റെ കട മാറ്റി സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ചതുപ്പ് നിലം കിടപ്പുണ്ട്. അത് MLA ഇരുന്നപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് ചതുപ്പ് നിലം നികത്താനുള്ള അനുമതി തരാതെ. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ കമ്പ്യൂട്ടർ വൽക്കൃത വന്നപ്പോൾ നമ്മുടെ സ്ഥലമല്ല 50 വർഷത്തിൽ കൂടുതലുള്ള സ്ഥലങ്ങളെല്ലാം തരിശ് നിലവാട്ടാണ് എഴുതി വന്നേക്കുന്നത്. പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് കരം അടയ്ക്കുന്നുണ്ട്, ഭൂമിക്ക് കരം അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അത് വന്നപ്പോൾ നിലവാട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞങ്ങൾക്കെല്ലാവരും അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഭൂമിയാക്കി തരംതിരിക്കാൻ ഞങ്ങൾക്ക് എത്രയും വേഗം നടപടി ചെയ്യാം, നിങ്ങളുടെ എല്ലാ വീട്ടുകാർക്കും ചെയ്യാമെന്നുള്ള ഇതാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് പ്രാവർത്തികമായിട്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഫില്ലർ പോയി കഴിഞ്ഞാൽ, ഈ കുട്ടനാട്ടിൽ എന്ത് കഷ്ടപ്പെട്ട ഒരു വീട് വെക്കുന്നത്, ഈ വീടിൻ്റെ ഒരു ഫില്ലർ പോയി കഴിഞ്ഞാൽ ഈ വീടിന് മൊത്തം ബാധിക്കുന്നതാണ്. ശരിക്കും ഞങ്ങൾ വഞ്ചിതരായിപ്പോൾ. ഞങ്ങൾ വ്യാപാര സ്ഥാപനമില്ല, ഞങ്ങളുടെ ഉപഭോഗത്തില്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം നഷ്ടപ്പെട്ടു പോകുന്നു, ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ വന്ന ഉദ്യോഗസ്ഥർ MLA പറഞ്ഞ വാക്കുപോലെ ഞങ്ങൾക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. MLA ഒരു ദിവസം മീറ്റിംഗ് പറഞ്ഞിട്ട് പിന്നെ ആ മനുഷ്യനെ പുറത്ത് കണ്ടിട്ടില്ല. പാലം നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഇവിടെ താമസിക്കാനാവില്ലെന്നും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മാണവേളയിൽ മാറി താമസിക്കാൻ സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസിയായ തോമസുകുട്ടി ജേക്കബ് നൽകിയ അപേക്ഷയിലും തീരുമാനമായിട്ടില്ല. വെളിയനാട് പഞ്ചായത്ത് 9-ാം വാർഡിൽ 10 കുടുംബങ്ങളുടെ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്നും ഇവയെല്ലാം നിലമായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും വാർഡ് മെമ്പർ സിന്ധു സൂരജും പറയുന്നു. 9-ാം വാർഡിൽ 10 പേരുടെ വസ്തുക്കളാണ്, കുടുംബങ്ങളുടെ വസ്തുക്കളാണ് ഈ പാലവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്തത്. 100 വർഷം പഴക്കമുള്ള സ്ഥലങ്ങൾ പോലും, ഭൂമി പോലും ഇന്നും നിലവായിട്ടാണ് അവരുടെ കരമടച്ച റെസിപ്റ്റിലല്ല കാണുന്നത്. അപ്പം പഞ്ചായത്ത് തലത്തിലാണെങ്കിലും പുരയിടമല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കാൻ പഞ്ചായത്തിന് അനുമതി കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ 25 പേർക്കേ ഉള്ളൂ പേരും നിലവായിട്ടാണ് അവരുടെ വസ്തു ഇപ്പോഴും കിടക്കുന്നത്. അതനുസരിച്ച് 27 കുടുംബങ്ങളും 25 കുടുംബങ്ങളും അത് തരം മാറ്റി തരണമെന്ന് പറഞ്ഞു വേണ്ടപ്പെട്ട MLAയ്ക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും കളക്ടർക്കും നിവേദനം കൊടുത്തിട്ടുള്ള. ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് അതിൻ്റെ ന്യായമായ വില കിട്ടണമെങ്കിൽ പുരയിടത്തിൻ്റെ വിലയാണ് കിട്ടേണ്ടത്. പക്ഷേ ഇപ്പോഴും നിലമായിട്ടാണ് അവർക്ക് അതിൻ്റെ തുക ലഭിച്ചിരിക്കുന്നുള്ളത് കൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. 2023-ൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന സാമൂഹിക പ്രത്യാഘാത വിലയിരുത്തൽ യോഗത്തിൽ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രിക്കും കുട്ടനാട് MLAയ്ക്കും ആലപ്പുഴ ജില്ലാ കളക്ടർക്കുമെല്ലാം നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ലെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ഇനിയെങ്കിലും നടപടി ഉണ്ടാകണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. KC പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുട്ടനാട് MLA തോമസ് കെ തോമസ് പ്രദേശവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. പിച്ചക്കാശ് നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അധികാരികൾ ചെയ്തതെന്ന് BJP മുൻ മണ്ഡലം പ്രസിഡന്റ് D പ്രസന്നകുമാർ. ബഹുമാനപ്പെട്ട കുട്ടനാട് MLAയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിളിച്ച് KC പാലത്തിൻ്റെ പുനർനിർമ്മാണമായ ചില ചർച്ചകൾ നടത്തുകയും ആ പൊളിച്ചു മാറ്റുമ്പോൾ നഷ്ടം സംഭവിക്കുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊള്ളാമെന്നുള്ള വലിയ വാഗ്ദാനമാണ് കുട്ടനാട് MLA നൽകിയത്. ഞങ്ങൾ ഈ വികസനത്തിനെതിരല്ല, BJP വികസനത്തിനെതിരല്ല, KC പാലം പൊളിക്കുന്നതിനെതിരല്ല. പക്ഷേ KC പാലം പൊളിക്കുന്ന സമയത്ത് അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള തുക, അർഹതപ്പെട്ട തുക അവർക്ക് കൊടുക്കണം.
ഇപ്പോൾ പറയുന്നത് ഭൂമി തരം മാറ്റിയെടുക്കാൻ തരം മാറ്റിയെടുക്കേണ്ട ജോലി ഉടമകൾക്കാണ്. സർക്കാർ അതിൽ യാതൊരു പങ്കുമില്ല. മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്, കിടപ്പാടം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തുക കൊടുക്കുന്നതിന് പകരം ദക്കാപ്പിച്ച കാശ് അർദ്ധരാത്രിയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ MLAയുടെ ധിക്കാരപരമായ നടപടിയിൽ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി രേഖപ്പെടുത്തുകയും ആ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട തുക വാങ്ങിച്ചു കൊടുക്കാനും പൂർണ്ണമായ പിന്തുണ ഈ ആളുകൾക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരി ആശ്രമം പദ്ധതിക്കായി മാറ്റിയ മാന്നാറിലെ കെട്ടിടം ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമസ്ഥലമായി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. മാന്നാറിനെ ശബരിമല ഇടത്താവളമാക്കി വർഷങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കിയില്ലെന്ന പരാതിയും വിശ്വാസികൾക്കുണ്ട്. മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള തൃക്കുരട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപമാണ് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. താഴെയും മുകളിലുമായി 36 മുറികളാണുള്ളത്. വർഷങ്ങളോളം പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ വനിതാ ഹോസ്റ്റലായിരുന്നു ഇത്. പിന്നീട് കോളേജ് വളപ്പിൽ തന്നെ വനിതാ ഹോസ്റ്റൽ ആരംഭിച്ചതോടെ ഈ ഹോസ്റ്റൽ പൂട്ടി. 3 വർഷത്തിലധികം കെട്ടിടം ഉപയോഗശൂന്യമായി കിടന്നു. ഹോസ്റ്റലിന്റെ പരിസരം കാടുകയറി നശിക്കാൻ തുടങ്ങിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ ശബരി ആശ്രമം തുടങ്ങുന്നതിനായി പ്രഖ്യാപനം നടത്തി. 25 ലക്ഷത്തോളം രൂപ മുടക്കി ഉപയോഗശൂന്യമായി കിടന്ന മുറികൾ മോടി പിടിപ്പിച്ചു. തുടർന്ന് ഉദ്ഘാടനവും നടത്തി. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പദ്ധതി നടന്നില്ല. ഇവിടെ വീണ്ടും വനിതാ ഹോസ്റ്റൽ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ദേവസ്വം ബോർഡ്. എന്നാൽ ഒട്ടനവധി ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന ഇവിടെ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ സൗകര്യം കെട്ടിടത്തിൽ ഒരുക്കി നൽകണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. തൃക്കുരട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് കീഴിലുള്ള നേരത്തെ ഇതൊരു ലേഡീസ് ഹോസ്റ്റലായിരുന്നു. അത് ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് 10-25 ലക്ഷം രൂപ മുടക്കി ശബരി ആശ്രമം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ റെഡിയാക്കി. പക്ഷേ ബോർഡ് വെച്ചതല്ലാതെ ഇന്ന് വരെ അതിന് യാതൊരു പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോയിട്ടില്ല. അത് ഈ ശബരിമല സീസണിലെങ്കിലും അത് തീർത്ഥാടകർക്ക് വിശ്രമ കേന്ദ്രമായി വിരിവെക്കാനുള്ള സ്ഥലം റെഡിയാക്കി കൊടുത്താൽ അതൊരു വരുന്ന ഭക്തജനങ്ങൾക്കും അതൊരു ഉപകാരമാകും. അതുപോലെ ഞങ്ങളുടെ നാടും പ്രശസ്തി ആർജിക്കും. ഈ ഹോസ്റ്റലിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത്ര ഏക്കറിനകത്താണിത് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ 10-25 ലക്ഷം രൂപ മുടക്കിയാണ് അതിപ്പോൾ വേണ്ട കാട് കയറി എല്ലാം വീണ്ടും പഴയ രൂപത്തിൽ തന്നെ കിടക്കുന്നു. 25 ലക്ഷം രൂപയോളം മുടക്കിയിട്ട് ഇതേ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഇതാണ്. നേരത്തെ ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. അവിടെ ഇടത്താവളം എന്ന പേരിൽ വിശ്വാസികളുടെ ലക്ഷങ്ങൾ മുടക്കി നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ 24 മണിക്കൂറും നടന്നു പോവുകയും കൈയെടുത്തു തരുന്ന ദേവൻ്റെ അവസ്ഥയും അതോടുകൂടി ഈ ഒരു പ്രദേശം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലൊരു പ്രവർത്തനമായി കാണിച്ചത്. ഇനിയും അടുത്തൊരു സമയത്ത് ഇത് പുതുക്കി പണിയാനായിട്ട് വീണ്ടും വരുമ്പോഴും പിന്നെയും 20 ലക്ഷം മുടക്കി ഇങ്ങനെ തന്നെയല്ല ഇത് കാട് പിടിച്ച് മാന്നാറിനെ ശബരിമല ഇടത്താവളമാക്കി വർഷങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡ് പ്രഖ്യാപനം നടത്തിയെങ്കിലും നടപ്പായില്ല. ശബരിമല മണ്ഡല മകരവിളക്ക് കാലം ആരംഭിച്ചതോടെ മാന്നാർ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രം, പനയന്നാർക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർക്ക് വിശ്രമിക്കുന്നതിനായി കെട്ടിടം വിട്ടുകൊടുക്കണമെന്നാണ് ആവശ്യം. ഒരു 6 മാസം കൂടി ഈ ബിൽഡിംഗ് ഇതേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ ഇത് ഒരു ഉപയോഗപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഈ ബിൽഡിങ് അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ശബരി ആശ്രമവുമായി എത്രയും വേഗം തുടങ്ങുക, അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല സീസണാണ്, നാനാഭാഗത്തു നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ ഇവിടെ എത്തുന്നതാണ്. തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ദർശനത്തിനും ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനത്തിനും പാട്ടമ്പല ദേവി ക്ഷേത്ര ദർശനത്തിനുമൊക്കെയായി ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ അവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഒരു ശബരിമല ഇടത്താവളമാക്കി ദേവസ്വം ബോർഡിന് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് ഈ ബിൽഡിങ് അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം മറ്റ് ആൾക്കാർക്ക് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക്, ഭക്തജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തീർക്കണമെന്ന് ഉള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് ദേവസ്വം ബോർഡിൻ്റെ അധികാരികളോട്. ഇവിടെ നിന്ന് പമ്പയ്ക്ക് KSRTC ബസ് സൗകര്യമുള്ളതിനാൽ പടിഞ്ഞാറൻ മേഖലയിലുള്ള സ്വാമിമാർ മാന്നാറിലെത്തി വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ശബരിമലയ്ക്ക് പോകുന്നത്. ഇവർക്ക് വിശ്രമിക്കുന്നതിനായി ഈ കെട്ടിടം വിട്ടു നൽകണമെന്നും തീർത്ഥാടനത്തിന് ശേഷം ബഹുനില കെട്ടിടം ഉപയോഗപ്രദമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളും തൃക്കുരട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭാരവാഹികളും ആവശ്യപ്പെടുന്നു.
തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് കുട്ടനാട്ടിലെ കർഷകരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ കിസാൻ ഖേത് മസ്ദൂർ സംഘടന ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ധർണാ സമരം നടത്തി. വിതയും കൊയ്ത്തും നടത്താൻ കഴിയാത്ത വിധം വൃശ്ചിക വേലിയേറ്റം കുട്ടനാട്ടിൽ നാശം വിതച്ചിരിക്കുകയാണെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സമരം AIKKMS ജില്ലാ പ്രസിഡന്റ് TK ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ധർണായോഗത്തിൽ ജില്ലാ സെക്രട്ടറി PR സതീശൻ അധ്യക്ഷനായിരുന്നു. കർഷകനെ അർഹതപ്പെട്ട 32 രൂപ 52 പൈസ 1 കിലോ നെല്ലിന് 3252 രൂപ കിൻഡലിന് വില നൽകുവാൻ സർക്കാർ നടപടി അടിയന്തരമായും സ്വീകരിക്കണമെന്ന് ഈ സമരത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ നമുക്കറിയാം, ഇന്ന് കുട്ടനാട്ടിലെ ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത വൃശ്ചിക മാസത്തിലെ രണ്ടാം തീയതി ഇന്ന് വമ്പിച്ചൊരു വേലിയേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വൃശ്ചിക വേലിയേറ്റം എന്ന് പറയുന്നത് നമുക്കിന്ന് ഓരോ രീതിയിലും അവിടെ കർഷകന് മുന്നോട്ട് പോകാൻ പറ്റാത്ത, ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കുട്ടനാട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആഗോളതാപനം എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ഇരയായി കുട്ടനാട് മാറുകയാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിലൂടെ നമ്മൾ അറിയുന്നത്. MSP നിയമമാക്കുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും മാസം 10,000 രൂപ പെൻഷൻ നൽകുക, നെല്ലുവില ക്വിൻ്റലിന് 3252 രൂപയാക്കുക എന്നീ ആവശ്യങ്ങളടങ്ങിയ നിവേദനം സമര നേതാക്കൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. നേതാക്കളായ B ഭദ്രൻ, T മധു, അനീഷ് തകഴി, PK ശശി, ഹരിദാസ് ഹരിപ്പാട്, ബിജു സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പ് ഉപജില്ലാതല സർഗോത്സവം സംഘടിപ്പിച്ചു. ചമ്പക്കുളം സെന്റ് തോമസ് UP സ്കൂളിൽ തിങ്കളാഴ്ച നടന്ന പരിപാടി നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ ഹരിതസഭ വെച്ചിരുന്നു. അന്ന് ഏതാണ്ട് ഒരു 10 മണിക്ക് തുടങ്ങി 1 മണിക്ക് അവസാനിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷെ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് അവരവരുടെ സ്കൂളുകളിൽ നിന്ന് അവരവർ റിപ്പോർട്ട് കൊണ്ടുവന്ന് അവിടെ വായിച്ചത്. ഞങ്ങളൊക്കെ കണ്ണ് തുറപ്പിച്ചു എന്ന് വേണം പറയാൻ. കാരണം പഞ്ചായത്തിന് ഒരു പരിധിയുണ്ട്. കാരണം ഫണ്ടിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും ഓരോ സ്കൂളിൻ്റെയും NSS, HS ആയാലും സെൻറ് മേരീസ് ആയാലും VK ആയാലും എല്ലാ സ്കൂളിൽ നിന്നും കുഞ്ഞുങ്ങൾ വായിച്ച റിപ്പോർട്ടുകൾ ഞങ്ങളെ കണ്ണു തുറപ്പിച്ചു എന്ന് വേണം പറയാം. അവർ പറയുന്ന ആശയങ്ങൾ അല്ല, അവർ മുന്നിലോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത്, ഏതാനും സ്കൂളുകൾ 100% ഹരിത കർമ്മസേനയോട് ചേർന്നുകൊണ്ട് 100% എത്തിയ A+ വാങ്ങിച്ച ഗ്രേഡ് വാങ്ങിച്ച സ്കൂളുകളുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ മങ്കൊമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ L അനുപമ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് വിനയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുരത്ന അവാർഡ് ജേതാക്കളായ ചാക്കോച്ചൻ J മെതിക്കളം, ഫിലിപ്പോസ് തത്തമ്പള്ളി എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സിസ്റ്റർ ഡാലിയ തോമസ്, കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലാ ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ പ്രകാശ് J തോമസ്, പ്രൈമറി വിഭാഗം ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ TT തങ്കച്ചൻ, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ചാക്കോച്ചൻ J മെതിക്കളം, ജില്ലാ കോർഡിനേറ്റർ ശ്രീലേഖ മനോജ്, ഫിലിപ്പോസ് തത്തമ്പള്ളി, ശ്യാമിലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ രചനാ മത്സരങ്ങളും കലാമത്സരങ്ങളും നടന്നു. ഇന്ത്യയുടെ അഭിമാനമായ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതി ഗഗൻയാൻ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ M മോഹൻ ആലപ്പുഴ സ്കൂൾ ശാസ്ത്രോത്സവ വേദിയിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ ശാസ്ത്ര സംവാദം ശ്രദ്ധേയമായി. ഡോക്ടർ, എഞ്ചിനീയർ, തൊഴിൽ മേഖലകളിൽ മാത്രമായി കരിയർ അന്വേഷണം ഒതുക്കരുതെന്നും അദ്ദേഹം കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാൻ, ISROയുടെ പ്രവർത്തനങ്ങൾ, റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ഉപഗ്രഹങ്ങളുടെ ഉപയോഗം തുടങ്ങി ഒട്ടേറെ ബഹിരാകാശ അറിവുകളാണ് വീഡിയോ സഹായത്തോടെ ലളിതമായി ഡോക്ടർ M മോഹൻ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തത്. സെയിൻറ്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈജ്ഞാനിക മേഖലയിൽ കേരളത്തിൻ്റെ സാധ്യതകൾ എന്ന വിഷയത്തിലാണ് ആലപ്പുഴക്കാരൻ കൂടിയായ ഡോക്ടർ മോഹൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. കേരളത്തിലെ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും സ്ഥിരമായി തിരഞ്ഞെടുക്കുന്ന ഡോക്ടർ, എഞ്ചിനീയർ, തൊഴിൽ മേഖലകളിൽ മാത്രമായി കരിയർ അന്വേഷണം ഒതുക്കാതെ ആധുനിക കാലഘട്ടത്തിൽ അനന്തമായ തൊഴിൽ സാധ്യതകളുള്ള പുതിയ മേഖലകളിലേക്ക് അഭിരുചിക്കനുസരിച്ച് ഇറങ്ങിച്ചെല്ലണമെന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. കേരളത്തിൽ പൊതുവെ ഒരു എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള ഒരു കൾച്ചറുണ്ട്. ഒരു പൊതുവെ പാരൻസിനും കുട്ടികൾക്കും അത് കഴിഞ്ഞ് എന്താണ്, അതല്ല അത് ബാക്കി എന്താണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ കുറച്ച് കുറവാണെന്ന് എനിക്ക്
പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളും വ്യത്യാസമല്ല. എൻ്റെ 2 കുട്ടികൾക്കും എഞ്ചിനീയേഴ്സാണ്. ഒരാൾ ഇലക്ട്രോണിക്സും ഒരാൾ മെക്കാനിക്കലും. പക്ഷെ അത് ഞങ്ങളായിട്ട് നിർബന്ധിച്ച് പോയതല്ല, അവരായിട്ട് തന്നെ ചൂസ് ചെയ്ത് പോയതാണ്. പക്ഷേ കാലം പോകുന്തോറും മാറുന്തോറും ഈ ഒരു കൾച്ചർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, ഈ 12 കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണ സ്കൂളിൽ നിന്നും അല്ലാതെയും നിങ്ങളത് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട ഇത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ ഈ ISRO ലോകത്ത്, ഞാനിപ്പോൾ ISRO ജോയിൻ ചെയ്തു, ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. എനിക്കൊരു എഞ്ചിനീയറിംഗിൻ്റെ ജോലി, അവിടെ ഞാൻ ചെയ്യുന്ന ജോലി 10-12 സ്ഥലങ്ങളിലായിട്ട് എനിക്ക് റെസ്പോൺസിബിലിറ്റി മാറ്റി കിട്ടിയിട്ടുണ്ട്. ഓരോ ഇടത്തും എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടുകൂടെ ചെയ്തു. വളരെ സന്തോഷമുണ്ട് അതിനകത്ത് ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും. ടൂറിസം, IT, ആയുർവേദം, ഫാർമസ്യൂട്ടിക്കൽസ്, റിന്യൂവബിൾ എനർജി എന്നിവ കൂടാതെ ആരോഗ്യരംഗത്തെ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗമടക്കം മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങൾ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കരിയർ മേഖല തിരഞ്ഞെടുക്കണമെന്നും അതിനായി രക്ഷാകർത്താക്കളും അധ്യാപകരും പിന്തുണ നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചോദ്യോത്തര വേളയിൽ കുട്ടികളുടെ ഓരോ ചോദ്യത്തിനും ലളിതമായും രസകരവുമായാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഗഗൻയാൻ പദ്ധതിയിൽ ബഹിരാകാശ യാത്രികനാകാനുള്ള മാനദണ്ഡങ്ങളെപ്പറ്റി ഒരു വിദ്യാർത്ഥി ചോദിച്ചപ്പോൾ ഗഗയാൻ പദ്ധതി കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമെന്നായിരുന്നു മറ്റൊരു ചോദ്യം. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഗഗൻയാൻ പോലെയുള്ള ഒരു മാൻഡ് ഫ്ലൈറ്റിൽ ഇതിൽ നിന്ന് നമ്മൾ ബഹിരാകാശത്തെത്തിയാൽ നമ്മുടെ ഇന്ത്യക്ക് ഇന്റർനാഷണലി എന്ത് ഗുണമാണുള്ളത്? ഭാവിയിൽ ഭൂമി ഇല്ലാതാവുമെന്ന് വിചാരിക്കുക. നിങ്ങളൊക്കെ ഒരു 80-100 വയസ്സാകുമ്പോഴത്തേക്ക് ഭൂമിയുടെ ഇപ്പം തന്നെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി. ആ സമയത്ത് ഭൂമിയിൽ താമസിക്കാൻ പറ്റാതാവുമെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ വേറൊരു പ്ലാനറ്റിലേക്ക് കൊണ്ടുപോകണം. എർത്ത് ലൈക്ക് പ്ലാനറ്റ് ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ എർത്ത് ലൈക്ക് പ്ലാനറ്റിലോട്ട് നിങ്ങളെല്ലാം മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടേ? മൂണിനെ പറ്റി പഠിക്കുക. ഇപ്പോൾ വീനസിനോട്ടൊരു മിഷൻ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാർസിലോട്ട് പോയി. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കതിന് ചെയ്യാനുള്ള കഴിവ് നമ്മൾ സ്വന്തമായി നേഷൻ നേടിയാൽ മാത്രമേ ഭാവിയിൽ, ഇല്ലെങ്കിൽ നമ്മുടെ വേറൊരു രാജ്യം നമ്മളെ കൊണ്ടുപോകണമെന്നുള്ള ഉത്തരവാദിത്വം അവർക്കില്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ? അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. പലവിധ ഗവേഷണങ്ങളിൽ ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയതുപോലെ ഒട്ടേറെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഇത്തരം ദൗത്യങ്ങൾ വഴികാട്ടുമെന്നായിരുന്നു ഡോക്ടർ മോഹൻ്റെ മറുപടി. ശാസ്ത്രോത്സവത്തിൻ്റെ സമാപന ചടങ്ങുകളുടെ റിപ്പോർട്ടുകൾ അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ചങ്ങനാശ്ശേരി തെങ്ങണ ജംഗ്ഷനിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം നഷ്ടമായ ടിപ്പർ ലോറിയാണ് അപകടത്തിന് കാരണമായത്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. കോട്ടയം ഭാഗത്തു നിന്നും എത്തിയ ട്രാവലറും ടിപ്പറുമാണ് ആദ്യം കൂട്ടിയിടിച്ചത്. തുടർന്ന് നിയന്ത്രണം നഷ്ടമായ ടിപ്പർ ലോറി മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇതിനുശേഷം ലോറി സമീപത്തെ കടയിലേക്ക് പാഞ്ഞു കയറുന്ന ദൃശ്യമാണ് കാണാൻ കഴിഞ്ഞത്. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രാവലറിൽ ഉണ്ടായിരുന്നവർക്കാണ് അപകടത്തിൽ കൂടുതലായി പരിക്കേറ്റത് എന്നാണ് റിപ്പോർട്ടുകൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.